നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കത്തെ സംസ്ഥാന സർക്കാർ ശക്തമായി നേരിടുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കേന്ദ്രത്തിന്റെ തെറ്റായ ഇടപെടലുകൾ മൂലം കേരളത്തിന്റെ അഭിമാന സ്തംഭമായ സഹകരണ പ്രസ്ഥാനം വലിയ വെല്ലുവിളികൾ നേരിടുകയാണെന്നും മന്ത്രി. സഹകരണ മേഖല കേരളത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സും ശക്തിയുമാണെന്നും AK ശശീന്ദ്രൻ. തനിക്ക് രാജ്യസഭാ സീറ്റ് നൽകാൻ തീരുമാനിച്ചാൽ ആലോചിച്ചു മറുപടി പറയുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. നേരത്തെ രാജ്യസഭാ സീറ്റും മന്ത്രിസ്ഥാനവും വാഗ്ദാനം ചെയ്തപ്പോൾ വേണ്ടെന്ന് വെച്ചിരുന്നു. കേരളത്തിൽ 4 സീറ്റുകളിൽ NDAക്ക് വിജയപ്രതീക്ഷ. കേന്ദ്രത്തിൽ ഇത്തവണയും NDA വരുമെന്നും തുഷാർ വെള്ളാപ്പള്ളി. ഷൊർണൂർ നഗരസഭ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് യന്ത്രസാമഗ്രികളുടെ മോട്ടോറുകൾ കവർന്ന കേസിൽ 3 പേർ അറസ്റ്റിൽ. ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് ചേലക്കര പൈങ്കുളം നെടുമ്പുര സ്വദേശികൾ. കുളപ്പുള്ളിയിലെ പ്ലാന്റിൽ നിന്ന് കാണാതായ മോട്ടോറുകൾ പ്രതികളിൽ നിന്ന് വീണ്ടെടുത്തു. പാലക്കാട് നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പദ്ധതി പാളി. ഓടകളിൽ തളം കെട്ടിയ മലിനജലം മഴയത്ത് പാതയിലേക്ക് ഒഴുകുന്നു. മലിനീകരണം പകർച്ചവ്യാധികൾ പടരാൻ കാരണമാക്കുമെന്ന് ആശങ്ക. അനധികൃത മദ്യവിൽപ്പന. കുന്നംകുളത്ത് 2 പേർ അറസ്റ്റിൽ. ദേശമംഗലത്ത് പട്ടിക്കൂടിനടിയിൽ ഒളിപ്പിച്ചു വെച്ച 32 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിനത്തിൽ മദ്യവിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതെന്ന് എക്സൈസ്. പെരിങ്ങോട്ടുകുറിശിയിൽ അനധികൃത മദ്യം കൈവശം വയ്ക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്ത 51 വയസ്സുള്ള വീട്ടമ്മ കുഴൽമന്ദം എക്സൈസിന്റെ പിടിയിൽ. കോട്ടായി മേഖലയിലെ പാടശേഖരങ്ങളിൽ കാട്ടുപന്നികളുടെ വിളയാട്ടം. 1ാം വിള നെൽകൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികൾ വ്യാപകമായി നശിപ്പിച്ചു. വന്യമൃഗങ്ങളുടെ ശല്യം മൂലം കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലെന്ന് കർഷകർ. പോലീസ് സർജനായിരുന്ന ഡോക്ടർ ഗുജ്റാളിന്റെ സേവനം സർക്കാർ തുടർന്നും പ്രയോജനപ്പെടുത്തണമെന്ന് VK ശ്രീകണ്ഠൻ MP. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഡോക്ടർ ഗുജ്റാളിന് പാലക്കാട് ഫോർട്ട് വാക്കേഴ്സ് ക്ലബിന്റെ യാത്രയപ്പ്. ഏത് മുന്നണികൾക്കൊപ്പം നിൽക്കുമ്പോഴും സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ചു നിന്ന വ്യക്തിയായിരുന്നു MP വീരേന്ദ്രകുമാർ എന്ന് മുൻമന്ത്രി KE ഇസ്മയിൽ. പാലക്കാട്ട് RJD ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീരേന്ദ്രകുമാർ അനുസ്മരണം. വാർത്തകൾ വിശദമായി. സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നേരിടാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കേരളത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സും ശക്തിയുമായ സഹകരണ മേഖല കേന്ദ്രത്തിന്റെ തെറ്റായ ഇടപെടലുകൾ മൂലം വലിയ വെല്ലുവിളി നേരിടുകയാണെന്നും മന്ത്രി പറഞ്ഞു. ദീർഘകാല സേവനത്തിനു ശേഷം കൊപ്പം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി AK ശശീന്ദ്രൻ. 37 വർഷത്തെ സേവനത്തിനു ശേഷം കൊപ്പം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരായ സെക്രട്ടറി TP ഉണ്ണികൃഷ്ണൻ, ബ്രാഞ്ച് മാനേജർ KP രാജേന്ദ്രൻ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. കൊപ്പം വാസു ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പ് ചടങ്ങ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി വിവിധ തലങ്ങളിലുള്ള സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. ആ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നമ്മുടെ ജില്ലയിലെ മറ്റ് ബാങ്കുകളിൽ നിന്നും വ്യത്യസ്തമായി കൊപ്പം സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ കെട്ടിടത്തിൻ്റെ തലയെടുപ്പ് പോലെ തന്നെ ജനഹൃദയങ്ങളിൽ തലയെടുപ്പോടുകൂടി നിൽക്കുകയാണ്. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷത വഹിച്ചു. NP വിനയകുമാർ, CP മുഹമ്മദ്, A രാമസ്വാമി, കമ്മുകുട്ടിയടത്തോൾ, NP രാമദാസ്, ഉദയൻ, ആനന്ദവല്ലി, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. തനിക്ക് രാജ്യസഭാ സീറ്റ് നൽകാൻ തീരുമാനിച്ചാൽ ആലോചിച്ചു മറുപടി പറയുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. നേരത്തെ രാജ്യസഭാ സീറ്റും മന്ത്രിസ്ഥാനവും നൽകാമെന്ന് പറഞ്ഞത് താൻ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. പുതിയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു അവസരം വന്നാൽ ആലോചിച്ച് തീരുമാനമെടുക്കും. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, പത്തനംതിട്ട സീറ്റുകളിൽ NDAക്ക് പ്രതീക്ഷയുണ്ട്. കേന്ദ്രത്തിൽ ഇത്തവണയും NDA വരുമെന്നും തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ പറഞ്ഞു. 4ഓളം സീറ്റുകൾ NDAക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാമെന്നാണ് എക്സിറ്റ് പോളുകൾ കാണുന്നത്.
അതുതന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കാൽക്കുലേഷനുകൾ. ഞാൻ നേരത്തെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇത് നേരത്തെ എനിക്ക് ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത്. കാരണം അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പറയാൻ വേണ്ടി പോകുന്ന BDJS എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയത് എനിക്ക് MP ആകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അന്ന് അവോയ്ഡ് ചെയ്തത്. ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഓഫർ വന്നാൽ ആ സമയത്ത് ആലോചിച്ച് തീരുമാനിക്കും. മാറുകയും ചെയ്യാം. പക്ഷെ പഴയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അത് നിയമകുത്തി ആലോചിക്കാം. ഷൊർണൂർ നഗരസഭ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും യന്ത്രസാമഗ്രികളുടെ മോട്ടോറുകൾ കവർന്ന കേസിൽ 3 യുവാക്കൾ അറസ്റ്റിൽ. നെടുമ്പുര, ചേലക്കര, പയങ്കുളം സ്വദേശികളാണ് ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത്. കുളപ്പുള്ളിയിലെ പ്ലാന്റിൽ നിന്ന് 5 മോട്ടോറുകളാണ് കാണാതായത്. ചെറുതുരുത്തി നെടുമ്പുര കൊങ്ങോമാടത്ത് വൈശാഖ് 36 വയസ്സ്, ചേലക്കര തെക്കത്ത് സിദ്ദിഖ് 36 വയസ്സ്, പയങ്കുളം മേലെപുരയ്ക്കൽ ജിത്തു 30 വയസ്സ് എന്നിവരെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം നഗരസഭാ അധികൃതർ നൽകിയ പരാതി പരിഗണിച്ചായിരുന്നു അന്വേഷണം. പ്രാഥമിക വിവരശേഖരണത്തിൽ ലഭിച്ച സൂചനകളെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുളപ്പുള്ളിയിൽ നിന്നാണ് മൂവരെയും സംശയകരമായ സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിനിടെയായിരുന്നു കുറ്റസമ്മതം. മോട്ടോറുകൾ ഇവരിൽ നിന്ന് വീണ്ടെടുത്തു. SIമാരായ KB ശിവൻ, P സേതുമാധവൻ, പോലീസുകാരായ റിയാസ്, വൈശാഖ്, അജി എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പദ്ധതി പാളി. ഓടകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് നഗരജീവിതം ദുസ്സഹമാക്കി. രൂക്ഷമായ മലിനീകരണം മാരക രോഗങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയിലാണ് നഗരവാസികൾ. പാലക്കാട് നഗരത്തിലെ ഏറെ ജനത്തിരക്കേറിയ നിരത്തുകൾക്ക് വശങ്ങളിലുള്ള ഓടകളിലാണ് മലിനജലം തളം കെട്ടി നിൽക്കുന്നത്. മഴ പെയ്താൽ മാർക്കറ്റ് റോഡിലെ ഓടകൾ കവിഞ്ഞ് മലിനജലം കടകളിലേക്ക് കയറുന്നത് പതിവായി മാറി. നഗരത്തിലെ പ്രധാന കച്ചവട സ്ഥാപനങ്ങൾ നിറഞ്ഞ വലിയങ്ങാടിയിലെ പ്രധാന അഴുക്കുചാലിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കാൻ ഇതുവരെയും നഗരസഭ ശുചീകരണ വിഭാഗം തയ്യാറായിട്ടില്ല. വ്യാപാരികൾ സഹകരിച്ച് മാലിന്യങ്ങൾ പുറത്തെടുത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കേണ്ട സ്ഥിതിയാണിവിടെ. ചാലിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കാത്ത നഗരസഭ വ്യാപാരികൾ നീക്കം ചെയ്ത മാലിന്യങ്ങൾ കൊണ്ടുപോകാനും തയ്യാറാകുന്നില്ല. മലിനീകരണം രൂക്ഷമായ നഗരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങളും വ്യാപാരികളും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അനധികൃത മദ്യവിൽപ്പന നടത്തിയ 2 പേരെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചിറമനേങ്ങാട് തങ്കമണി സെന്റർ സ്വദേശികളായ 53 വയസ്സുള്ള സുരേഷ് ബാബു, 58 വയസ്സുള്ള സുന്ദരൻ എന്നിവരാണ് പിടിയിലായത്. കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ P ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇവരിൽ നിന്ന് 30 കുപ്പി മദ്യം പിടികൂടി. പ്രതികൾ അനധികൃത മദ്യവിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ ഡ്രൈ ഡേയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ NR രാജു, AC ജോസഫ്, സിദ്ധാർത്ഥൻ, സുനിൽ ദാസ്, പ്രിവൻറ്റീവ് ഓഫീസർ CV സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലത്തീഫ്, സതീഷ്, നിവ്യ ജോർജ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അനധികൃതമായി മദ്യം കൈവശം വയ്ക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തതിന് വീട്ടമ്മയെ കുഴൽമന്ദം റേഞ്ച് എക്സൈസ് അധികൃതർ അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകുറിശി പിലാപ്പുള്ളി പടിഞ്ഞാറക്കര വീട്ടിൽ രാധാകൃഷ്ണന്റെ ഭാര്യ 51-കാരി ബിന്ദുവിനെയാണ് കുഴൽമന്ദം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ AB പ്രസാദും സംഘവും ചേർന്ന് പിടികൂടിയത്. ബിന്ദുവിന്റെ പക്കൽ നിന്ന് 3.5 ലിറ്റർ മദ്യവും 550 രൂപയുമാണ് കണ്ടെടുത്തത്. പ്രതിയെ ഈ മാസം 14 വരെ കോടതി റിമാൻഡ് ചെയ്തു. ദേശമംഗലത്ത് പട്ടിക്കൂടിനടിയിൽ ഒളിപ്പിച്ചുവെച്ച 32 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. സംഭവത്തിൽ 62-കാരൻ വടക്കാഞ്ചേരി എക്സൈസിന്റെ പിടിയിലായി. ദേശമംഗലം പല്ലൂർ കോളനി കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലെ പട്ടിക്കൂടിന്റെ അടിയിൽ രഹസ്യമായി സൂക്ഷിച്ച വിദേശ മദ്യമാണ് പിടികൂടിയത്. 50ഓളം മദ്യക്കുപ്പികൾ എക്സൈസ് സംഘം പിടിച്ചെടുത്തു. 1ാം ഡ്രൈ ഡേയിലും വോട്ടെണ്ണൽ ദിനമായ ജൂൺ 4-നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മദ്യമാണ് പിടിച്ചെടുത്തത്. തൊണ്ടി മുതലായ 600 രൂപയും 32 ലിറ്റർ മദ്യവും സഹിതം പ്രതിയെ വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിൽ എത്തിച്ച ശേഷം കോടതിയിൽ ഹാജരാക്കി. വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ RP മിഥുൻലാലിന്റെ നേതൃത്വത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരായ CA സുരേഷ്, പ്രശാന്ത്, പ്രശോഭ,
അബൂബക്കർ എന്നിവരാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പോലീസ് സർജനായിരുന്ന ഡോക്ടർ ഗുജ്റാളിന്റെ സേവനം സർക്കാർ തുടർന്നും ഉപയോഗപ്പെടുത്തണമെന്ന് VK ശ്രീകണ്ഠൻ MP. സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർ ഗുജ്റാളിന് പാലക്കാട്ട് ഫോർട്ട് വാക്കേഴ്സ് ക്ലബ്ബ് ഒരുക്കിയ യാത്രയപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VK ശ്രീകണ്ഠൻ. പോലീസ് സർജൻ എന്ന നിലയിൽ പോസ്റ്റ്മോർട്ടത്തിനപ്പുറം ഡോക്ടർ ഗുജ്റാൾ വിവിധ തലങ്ങളിൽ നടത്തിയ സേവനങ്ങൾ വിസ്മരിക്കാനാകില്ലെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. കൊലപാതകം ചെയ്യണമെന്ന് സ്ഥിതി മനഃപൂർവ്വമാണ് കൊല്ലണം തീരുമാനിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് കുറ്റകൃത്യങ്ങൾ പോലീസിനറിയാം. ആ കുറ്റകൃത്യങ്ങൾ നമുക്കിപ്പോൾ എല്ലാം സ്ട്രിക്റ്റ് ആക്കിയല്ലോ. മരണം വഴിയിൽ നിന്ന് സംഭവിച്ച പണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാറില്ല, വീട്ടിൽ നിന്ന് മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യാറില്ല. ഫോർട്ട് വാക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് റിട്ടയർഡ് DYSP മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി രാജേഷ് കുമാർ, സംഗീതജ്ഞൻ പ്രകാശ് ഉള്ളേരി, K വിജയൻ, ശ്രീകുമാർ മേനോൻ, ജിസാദ് ജോമോൻ, KP വിജയകുമാർ, അഡ്വക്കേറ്റ് രമേശ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി മേഖലയിൽ ഞാറ്റടികൾ വ്യാപകമായി നശിപ്പിച്ച് കർഷകരെ ദുരിതത്തിലാക്കി കാട്ടുപന്നികളുടെ തേരോട്ടം. ഒന്നാം വിള നെൽകൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികളാണ് വ്യാപകമായി നശിപ്പിക്കപ്പെട്ടത്. കോട്ടായി മേഖലയിൽ ഒന്നാം വിള നെൽകൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികൾ വ്യാപകമായി നശിപ്പിച്ച് കാട്ടുപന്നികളുടെ വിളയാട്ടം. മാത്തൂർ പ്രദേശങ്ങളിൽ വേനൽ മഴ ലഭിക്കാത്തതിനാൽ ഒന്നാം വിളയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ പൊതുവെ വൈകിയ സാഹചര്യത്തിൽ ഞാറ്റടികൾ പന്നിക്കൂട്ടം നശിപ്പിക്കുക കൂടി ചെയ്തതോടെ കർഷകർ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വിത്തുപാകിയ വയലിൽ പന്നിക്കൂട്ടം വ്യാപകമായി വിള നശിപ്പിച്ചിട്ടുണ്ട്. പന്നിക്കൂട്ടത്തെ തുരത്താനായി കർഷകർ തുണി കെട്ടിമറിച്ചും തെങ്ങിൻ പട്ട കൊണ്ട് വേലി കെട്ടിയും പഴയ വസ്ത്രങ്ങൾ കമ്പുകളിൽ നാട്ടി നിർത്തിയും പ്രതിരോധിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുകൊണ്ടൊന്നും പന്നിശല്യം ഫലപ്രദമായി തടയാൻ സാധിക്കുന്നില്ലെന്നാണ് കർഷകർ പരാതിപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഏത് മുന്നണികൾക്കൊപ്പം നിൽക്കുമ്പോഴും സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ചു നിന്ന വ്യക്തിയായിരുന്നു MP വീരേന്ദ്രകുമാർ എന്ന മുൻ മന്ത്രി KE ഇസ്മായിൽ. പാലക്കാട്ട് RJD ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വീരേന്ദ്രകുമാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KE ഇസ്മായിൽ. പ്രകൃതിയെയും മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന നിലപാടാണ് വീരേന്ദ്രകുമാർ കൈക്കൊണ്ടിട്ടുള്ളത്. വീരേന്ദ്രകുമാറിന്റെ രചനകളും നിലപാടുകളും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചെന്നും KE ഇസ്മായിൽ ചൂണ്ടിക്കാട്ടി. RJD ജില്ലാ പ്രസിഡന്റ് TK സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ദാമോദരൻ, ജില്ലാ സെക്രട്ടറി ബഷീർ കൊടിന്തിരപ്പള്ളി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ A രാമസ്വാമി, A രാമചന്ദ്രൻ, TK നൌഷാദ്, ജോസ് ജോസഫ്, KV അമീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ വെങ്കിടങ്ങിൽ മാങ്ങ പറിക്കുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ബംഗാൾ സ്വദേശി മരിച്ചു. ബംഗാൾ സ്വദേശി 32 വയസ്സുള്ള ഹമറുള്ള ഹാരിസാണ് മരിച്ചത്. രാവിലെ 10:15 സംഭവം. വെങ്കിടങ്ങ് കണ്ണോത്ത് സ്വദേശിയുടെ പറമ്പിലെ മാവിൽ നിന്ന് മാങ്ങ പറിക്കുന്നതിനിടയിൽ സമീപത്തെ വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ മരണം സംഭവിച്ചു. മൃതദേഹം പാവർട്ടി സെന്റ് ജോസ് ആശുപത്രിയിലേക്ക് മാറ്റി. കാലവർഷം ആരംഭിച്ചതോടെ തോടിന് സമാനമായി കോട്ടായി കീഴത്തൂർ പള്ളിമുക്ക് റോഡ്. പഞ്ചായത്തിലെ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാനായി 8 മാസം മുൻപ് റോഡ് വെട്ടിപ്പൊളിച്ചിരുന്നു. തുടർന്ന് കാര്യമായ നവീകരണ പ്രവർത്തികൾ നടത്താത്തതാണ് വെള്ളം കെട്ടിക്കിടന്ന് ഇതുവഴിയുള്ള യാത്ര പോലും ദുസ്സഹമായതെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആക്ഷേപം. മുള്ളൂർക്കര രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ സൗജന്യ നീന്തൽ പരിശീലന ക്യാമ്പിന് സമാപനമായി. ക്യാമ്പിന്റെ സമാപനവും വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് പ്രസാദ് ആറ്റൂർ നിർവഹിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ ആറ്റൂരിൽ പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി കൾച്ചർ സെന്ററിന്റെ നേതൃത്വത്തിൽ മെയ് 1 മുതൽ 56ഓളം വിദ്യാർത്ഥികൾക്കാണ് അകമല ക്ഷേത്രത്തിന് സമീപമുള്ള കുളത്തിൽ നീന്തൽ പരിശീലനം നൽകി വന്നിരുന്നത്. ഡീറ്റെയിൽ അന്വേഷിച്ചപ്പോൾ നീന്തൽ അറിയുന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണത്തിലാണ് ആ കുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നത്. പിന്നെ നീന്തൽ അറിയുന്ന ആളുകൾ ചില നീന്തൽ സാഹസികത കാണിച്ച് മരണപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാഹസികതയാണ്. അപ്പോൾ എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും സാഹസികതയ്ക്ക് മുതിരരുത്. മനസ്സിലായില്ലേ? നമ്മുടെ പ്രസാദേട്ടൻ പറഞ്ഞതുപോലെ നിങ്ങൾ പരിചയമില്ലാത്ത ജലാശയങ്ങൾ, കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ, പാറമടകൾ, അടിയൊഴുക്കുള്ള പുഴകൾ, ഇവിടെ ഒന്നും നിങ്ങൾ ചാടാൻ നിങ്ങൾ ശ്രമിക്കരുത്. ക്യാമ്പിന്റെ സമാപന സമ്മേളനത്തിൽ നീന്തൽ പരിശീലകൻ ഷറഫുദ്ദീൻ അധ്യക്ഷനായി. മറ്റു ഭാരവാഹികളായ സുബൈർ, ഷഫീഖ്,
സലീം, സനൂപ്, ഇസ്മായിൽ, ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി ലത്തീഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രഷറർ ജമാൽ നന്ദി അറിയിച്ചു. നീന്തൽ പരിശീലനത്തിനായി എത്തിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു. ചടങ്ങ് മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കോമ്പറ്റീഷൻ വളരെ കൂടി, അതുകൊണ്ട് തന്നെ പലപ്പോഴും റേറ്റ് താഴ്ത്തും ഒക്കെ കൊടുക്കേണ്ടി വരുന്നത് കൊണ്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ആ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്ന സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുകയില്ല. പക്ഷെ ആ വെല്ലുവിളികളൊക്കെ ഉണ്ടാകുമ്പോഴും ആ ബുദ്ധിമുട്ടുകൾ കുട്ടികളെ അറിയിക്കാതെ അവരെ പഠിപ്പിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും കാണിക്കുന്ന ഈ മനസ്സ്, ഒരു കൂട്ടായ്മ എന്നതിനെ ഒന്നിച്ചു നിന്നുകൊണ്ട് എല്ലാവരെയും ആദരിക്കാൻ കഴിയ ആ മനസ്സിനെയും ആ ഒരു നന്മയെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ഈ കുട്ടികൾ എത്തും എന്നതിൽ. ചടങ്ങിൽ SSLC+2 LSS വിജയികൾക്കുള്ള ഉപഹാരങ്ങളും മുഹമ്മദ് മുസിൻ MLA വിതരണം ചെയ്തു. ഒറ്റപ്പാലം CPM ഏരിയ കമ്മിറ്റി ഓഫീസിലായിരുന്നു ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി BRC BPC VP മനോജ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ഏരിയ സെക്രട്ടറി A ചന്ദ്രൻ, ഏരിയ ട്രഷറർ K ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂരിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് നീക്കിവച്ച റോഡുകളുടെ പ്രവർത്തികൾ തുടങ്ങാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവുമായി ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്. 2 വർഷത്തോളമായി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ റോഡുകളാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം പ്രവൃത്തികൾ ആരംഭിക്കാതെ കിടക്കുന്നതെന്നും അൻവർ സാദിഖ് ആരോപിക്കുന്നു. 2 വർഷത്തോളമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നിരവധി റോഡുകൾ ശാപമോക്ഷവും കാത്ത് കിടക്കുകയാണ്. ടെൻഡർ നടപടികളും പൂർത്തിയായി വർഷം 1 കഴിഞ്ഞു. പഞ്ചായത്തിലെ 5-ാം വാർഡിൽപ്പെട്ട കരുപ്പറമ്പ് റോഡ്, കോഴിച്ചുണ്ട മണ്ണൂർ ജംഗ്ഷൻ റോഡ്, വാർഡ് 10-ലെ ഇടത്തൊടി റോഡ്, മണിയങ്കോട് അംഗൻവാടി റോഡ് തുടങ്ങിയവയെല്ലാം വർഷങ്ങളായി ശാപമോക്ഷം കാത്ത് കിടക്കുകയാണെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് പറഞ്ഞു. ഭരണസമിതി യോഗത്തിൽ ഇക്കാര്യത്തിൽ നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ല. പലവിധ കാരണങ്ങൾ പറഞ്ഞ് കാലതാമസം വരുത്തിവെക്കുന്നു. ഇനിയും മാസങ്ങൾ നീണ്ടുപോയാൽ ഫണ്ട് ലാപ്സായി പോകാൻ ഇടയുണ്ടെന്നും VM അൻവർ സാദിഖ് പറഞ്ഞു. നിലവിൽ തൊഴിലുറപ്പ് തൊഴിൽ പോലും ലഭിക്കുന്നില്ലെന്നും തൊഴിൽ ലഭിച്ചവർക്ക് കൂലിയും സമയത്തിന് ലഭിക്കുന്നില്ലെന്നും പഞ്ചായത്ത് അംഗം പരാതിപ്പെട്ടു. റോഡ് പ്രവൃത്തികൾ തുടങ്ങാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയെയും തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരെയും ഉപരോധിക്കുമെന്നും പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് വ്യക്തമാക്കി. മഴക്കാലത്ത് നടക്കാൻ പറ്റാത്ത റോഡുകൾ, ഒരു വശത്ത് ജലജീവൻ മിഷൻ വെട്ടിപ്പൊളിച്ച റോഡുകൾ, അതുപോലെ റോഡ് പാസ്സായിട്ടും ടെൻഡർ കഴിഞ്ഞിട്ടും അത് ചെയ്യിപ്പിക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥർ, മൊത്തം കുത്തഴിഞ്ഞ ഈ അവസ്ഥയിൽ നിന്ന് ജനങ്ങൾക്ക് മോചനമുണ്ടാവാൻ MGNRGSൽ ഉൾപ്പെടുത്തിയ റോഡുകൾ എത്രയും വേഗം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ മണ്ണൂർ പഞ്ചായത്തിന്റെ മുന്നിൽ സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥരെയും ഉപരോധിക്കുന്നതടക്കമുള്ള സമരങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂരിൽ KSRTC ബസ്സിൽ പിറന്ന കുഞ്ഞിന് മാതാപിതാക്കൾ അമല എന്ന് പേരിട്ടു. അമല ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് പ്രസവമെടുക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തതിന്റെ ഓർമ്മയ്ക്കാണ് പെൺകുട്ടിക്ക് മാതാപിതാക്കൾ അമല എന്ന് പേരിട്ടത്. അമല ആശുപത്രിയിൽ ഇവരുടെ ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരുന്നു. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കുഞ്ഞുമായി ദമ്പതികൾ ഇന്നലെ നാട്ടിലേക്ക് മടങ്ങി. അമല ആശുപത്രിയിൽ നിന്ന് ലഭിച്ച സ്നേഹവും പരിചരണവും മറക്കാനാവാത്തതാണെന്നും അതിനാലാണ് ആശുപത്രിയുടെ പേര് തന്നെ മകൾക്കിടുന്നതെന്നും മാതാവ് പറഞ്ഞു. അമല ആശുപത്രിയിൽ നടന്ന ലളിതമായ യാത്രയപ്പ് ചടങ്ങിൽ ആശുപത്രിയുടെ സ്നേഹോപഹാരം ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ കൈമാറി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം പെങ്ങാമുക്കിൽ വീട്ടിൽ തീപിടുത്തം. പെങ്ങാമുക്ക് ആയൂർ റോഡ് സ്വദേശി കുട്ടിമോന്റെ വീട്ടിലാണ് അഗ്നിബാധയുണ്ടായത്. വീടിന് മുകളിലെ നിലയിൽ കൂട്ടിയിട്ടിരുന്ന വൈക്കോലിന് തീപിടിക്കുകയായിരുന്നു. ശനിയാഴ്ച രാത്രി 11:30യോടെയായിരുന്നു സംഭവം. തീ ആളിപ്പടരുന്നത് കണ്ടതോടെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേനയെ വിവരമറിയിക്കുകയായിരുന്നു.
കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തി തീയണച്ചത്. അഗ്നിരക്ഷാസേനയുടെ വലിയ വാഹനത്തിന് സംഭവസ്ഥലത്തേക്ക് എത്താൻ കഴിയാതിരുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. വീടിനു മുകളിൽ സൂക്ഷിച്ച വൈക്കോൽ കെട്ടുകൾ ഏറെ നേരം പണിപ്പെട്ട് പൂർണ്ണമായും നീക്കം ചെയ്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സുരേഷ്, ശ്യാം, ഇബ്രാഹിം, വിഷ്ണുദാസ്, നവാസ് ബാബു, ലിജു എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി വാർഷിക പൊതുയോഗം ചേർന്നു. പ്രസിഡന്റ് കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ആർ ബാബു സുരേഷ്, ട്രഷറർ ടി മണികണ്ഠൻ, ജോയിന്റ് സെക്രട്ടറി കെ ബേബി ശ്രീകല എന്നിവർ പ്രസംഗിച്ചു. സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്ക് ഗ്രേഡിംഗ് നടത്തി 10 കോടി രൂപ വായ്പ നൽകുന്നതിനും സംഘത്തിലെ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വനിതാ കലോത്സവം നടത്തുന്നതിനും മേഖല തിരിച്ച് മെഡിക്കൽ ക്യാമ്പുകളും ശില്പശാലകളും നടത്തുന്നതിനും പൊതുയോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. BJP അതിർക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന യോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏത് രാജ്യത്ത് പഠിക്കുന്ന നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികളായാലും ശരി, അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കിയ ആളുകളായാലും ശരി, അവർക്ക് ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൺലൈനായിട്ട് ഇന്റർവ്യൂകൾ ഇന്ന് എല്ലാ സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്. ഫിസിക്കലായിട്ട് ഇന്റർവ്യൂ നടക്കുന്നതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് ഇന്റർവ്യൂ നടത്തുന്നു. അപ്പോൾ നിങ്ങൾ മത്സരിക്കുന്നത് ലോകത്തെ മുഴുവൻ കുട്ടികളോടാണ്, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളോടാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ കഴിവുകള് അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പരിപാടിയിൽ BJP മങ്കര പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രൂപേഷ് അതിർക്കാട് അധ്യക്ഷനായി. തുടർന്ന് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫി വിതരണം ചെയ്തു. BJP സംസ്ഥാന സമിതി അംഗം MP ശ്രീകുമാർ, കോങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി സുഭാഷ് വെള്ളറോഡ്, കോങ്ങാട് മണ്ഡലം സെക്രട്ടറി സുരേഷ് കേശവൻ, ബൈജു, വിനോദ്, ബിജോയ്, വിഘ്നേഷ്, പ്രമോദ്, സജീവ്, രമേശ് പതിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് തല ടാലന്റ് സെർച്ച് ക്വിസ് മത്സരം നടത്തി. ക്വിസ് മത്സരത്തിന്റെ ഉദ്ഘാടനവും സമ്മാന വിതരണവും മുഹമ്മദ് മൂസിൻ MLA നിർവഹിച്ചു. കുട്ടികൾ പങ്കെടുത്തവരൊക്കെ നന്നായി പെർഫോം ചെയ്തുവെന്നും നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത് എന്നുമാണ് ഇവിടെ പറഞ്ഞത്. താലൂക്ക് തലത്തിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ ഇതിനു മുമ്പ് നടന്ന മത്സരങ്ങളിലും കുട്ടികൾ നന്നായി ജനറൽ നോളജും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുന്ന കുട്ടികളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പട്ടാമ്പി താലൂക്ക് തലത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഹൈസ്കൂൾ +2 വിദ്യാർത്ഥികൾക്കായി പട്ടാമ്പി ലയൺസ് ക്ലബും ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ പട്ടാമ്പിയും സംയുക്തമായാണ് ടാലന്റ് സെർച്ച് ക്വിസ് മത്സരവും സമ്മാന വിതരണവും നടത്തിയത്. പരിപാടിയിൽ പട്ടാമ്പി ലയൺസ് ക്ലബ് പ്രസിഡന്റ് K മനോജ് അധ്യക്ഷനായി. പട്ടാമ്പി ലയൺസ് ക്ലബ് ഭാരവാഹികളായ KB ബിജു, മുഹമ്മദ് ബഷീർ, ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഡയറക്ടർ B മണികണ്ഠൻ, മാനേജർമാരായ P സുമ, K മണികണ്ഠൻ, P പ്രവീണ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. താലൂക്കിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 100-ലധികം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചേലക്കര പട്ടികജാതി സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വിദേശ സർവകലാശാലയിൽ പോയി പഠിക്കാൻ നമ്മളിപ്പോൾ ഈ 2.5 വർഷക്കാലം 2021 മാർച്ച് 31 ശേഷം ഇപ്പോൾ വരെ നമ്മൾ 671 കുട്ടികളെയാണ് വിദേശ സർവകലാശാലയിൽ. കേരളം ഉണ്ടായതിനു ശേഷം ആകെ 62 പേരെ വിട്ട സ്ഥാനത്താണ് 2.5 കൊല്ലം കൊണ്ട് നമ്മൾ 671 കുട്ടികളെ വിദേശ സർവകലാശാലയിൽ വിട്ടുപഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ചേലക്കര തോന്നൂക്കരയിൽ പ്രവർത്തിക്കുന്ന പട്ടികജാതി സഹകരണ കേന്ദ്രത്തിലെ ക്ലിപ്തം നമ്പർ 7 പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ മക്കളെയാണ് അനുമോദിച്ചത്. പരിപാടിയിൽ സംഘം പ്രസിഡന്റ് S രമേശൻ അധ്യക്ഷനായി. സംഘം വൈസ് പ്രസിഡന്റ് P ബാബുക്കുട്ടൻ, സംഘം സെക്രട്ടറി രതി മോഹൻ, മുൻ സംഘം പ്രസിഡന്റുമാരായ AE ഗോവിന്ദൻ, K പ്രേമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ മുണ്ടായ സീനിയർ സിറ്റിസൺ
ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെയും പെൻഷനേഴ്സ് കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നഗരസഭ 24-ാം വാർഡിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകൾ സമ്മാനിച്ചു. വിതരണോദ്ഘാടനം വാർഡ് കൗൺസിലർ പി ജിഷ നിർവഹിച്ചു. കൂട്ടായ്മയെയും അഭിനന്ദിക്കുകയാണ്. കാരണം സ്കൂൾ തുറക്കാൻ വേണ്ടി ജൂൺ 3-ന് സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സ്കൂൾ തുറക്കാൻ പോകുന്ന ഈ വേളയിൽ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ പഠന സാമഗ്രികൾ വിതരണം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തിയ സംഘടനയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം നമുക്കറിയാം, ഇന്ന് വിദ്യാഭ്യാസം എന്നത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും വലിയൊരു പ്രതിസന്ധികളിലൂടെയാണ്. നമുക്ക് ഇനിയും ഈ മഴക്കാലമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വേളയിൽ അതുകൂടി സൂചിപ്പിക്കുകയാണ്, നമ്മുടെ എല്ലാ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമ്മുടെ രക്ഷിതാക്കളായാലും കുട്ടികളായാലും ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എൻ മുണ്ടൻ സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ മേഖലാ ട്രഷറർ എൻ ലോഹിതാക്ഷൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ടി കുമാരൻ, ഷൊർണൂർ മേഖലാ സെക്രട്ടറി കെ ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി കെ ടി രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും സംസ്ഥാന യൂത്ത് ചാമ്പ്യൻഷിപ്പിലും ദേശീയ മാസ്റ്റേഴ്സ് മീറ്റിലും മെഡലുകൾ വാരിക്കൂട്ടി മാത്തൂർ CFDയുടെ കുതിപ്പ്. കായിക താരങ്ങൾക്കും പരിശീലകൻ കെ സുരേന്ദ്രൻ മാസ്റ്റർക്കും പാലക്കാട് ടീം ഷുവർ അത്ലറ്റിക് ക്ലബിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി. സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത പി അഭിരാം 4x400 മീറ്ററിലും 400 മീറ്റർ റിലേയിലും സ്വർണ്ണ മെഡൽ നേടി. എം മനീഷ് 200 മീറ്ററിലും 4x400 മീറ്റർ റിലേയിലും സ്വർണം നേടി. ലൈജു 4x400 മീറ്റർ റിലേയിലും അജിൻ, നീരജ് എന്നിവർ 4x400 മീറ്ററിലും സ്വർണം നേടി. മുഹമ്മദ് ഫസൽ, KR റിജിത്ത് എന്നിവർ 4x100 മീറ്ററിലും 4x400 മീറ്ററിലും സ്വർണം നേടി. ഹൈദരാബാദിൽ നടന്ന ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റിൽ ഡോക്ടർ ജൂബി ജോസ് 60 മീറ്ററിലും 200 മീറ്ററിലും വെള്ളി മെഡലും ഡോക്ടർ കവിത സുധീർ ഡിസ്കസ് ത്രോയിൽ വെള്ളി മെഡലും നേടി. ഈ മാസം 27 മുതൽ 30 വരെ ഹരിയാനയിൽ നടക്കുന്ന ദേശീയ ഇന്റർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ മാത്തൂർ CFD സ്കൂളിലെ പി അഭിരാം, എം മനേഷ് എന്നിവർ യോഗ്യത നേടി. പാലക്കാട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന അനുമോദന ചടങ്ങ് ഇന്റർനാഷണൽ അത്ലറ്റും കേരള അത്ലറ്റിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ സി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ടീം ഷുവർ ഭാരവാഹികളായ അജയ് മാസ്റ്റർ, CM ദാസ്, ജിതിൻ എടക്കാട്, പ്രമോദ്, R രാജേഷ്, ഡോക്ടർ ജൂബി ജോസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 53ാമത് പാലക്കാട് ജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വിജയിയായ ഷട്ടിൽ റൈഡേഴ്സ് ടീമംഗം രാമനുണ്ണിക്ക് തിരുമറ്റക്കോട് രായമംഗലം ഇൻഡോർ ക്ലബ്ബിൽ സ്വീകരണം നൽകി. ചടങ്ങിൽ രാമനുണ്ണിയെ പൊന്നാടയും ഉപഹാരവും നൽകി അനുമോദിച്ചു. PM നസീർ അധ്യക്ഷത വഹിച്ചു. ഹുസൈൻ തട്ടത്താഴത്ത്, പ്രശാന്ത്, ഗിരീഷ് കുമാർ, റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയപ്പെട്ട രാമനുണ്ണി എന്ന ഉണ്ണിയേട്ടൻ ജില്ലാതലത്തിൽ നടന്ന ബാഡ്മിന്റൺ മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ റണ്ണേഴ്സപ്പായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു വലിയ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അർപ്പിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കത്തെ സംസ്ഥാന സർക്കാർ ശക്തമായി നേരിടുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കേന്ദ്രത്തിന്റെ തെറ്റായ ഇടപെടലുകൾ മൂലം കേരളത്തിന്റെ അഭിമാന സ്തംഭമായ സഹകരണ പ്രസ്ഥാനം വലിയ വെല്ലുവിളികൾ നേരിടുകയാണെന്നും മന്ത്രി. സഹകരണ മേഖല കേരളത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സും ശക്തിയുമാണെന്നും AK ശശീന്ദ്രൻ. തനിക്ക് രാജ്യസഭാ സീറ്റ് നൽകാൻ തീരുമാനിച്ചാൽ ആലോചിച്ചു മറുപടി പറയുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. നേരത്തെ രാജ്യസഭാ സീറ്റും മന്ത്രിസ്ഥാനവും വാഗ്ദാനം ചെയ്തപ്പോൾ വേണ്ടെന്ന് വെച്ചിരുന്നു. കേരളത്തിൽ 4 സീറ്റുകളിൽ NDAക്ക് വിജയപ്രതീക്ഷ. കേന്ദ്രത്തിൽ ഇത്തവണയും NDA വരുമെന്നും തുഷാർ വെള്ളാപ്പള്ളി. ഷൊർണൂർ നഗരസഭ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് യന്ത്രസാമഗ്രികളുടെ മോട്ടോറുകൾ കവർന്ന കേസിൽ 3 പേർ അറസ്റ്റിൽ. ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് ചേലക്കര പൈങ്കുളം നെടുമ്പുര സ്വദേശികൾ. കുളപ്പുള്ളിയിലെ പ്ലാന്റിൽ നിന്ന് കാണാതായ മോട്ടോറുകൾ പ്രതികളിൽ നിന്ന് വീണ്ടെടുത്തു. പാലക്കാട് നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പദ്ധതി പാളി. ഓടകളിൽ തളം കെട്ടിയ മലിനജലം മഴയത്ത് പാതയിലേക്ക് ഒഴുകുന്നു. മലിനീകരണം
പകർച്ചവ്യാധികൾ പടരാൻ കാരണമാക്കുമെന്ന് ആശങ്ക. അനധികൃത മദ്യവിൽപ്പന. കുന്നംകുളത്ത് 2 പേർ അറസ്റ്റിൽ. ദേശമംഗലത്ത് പട്ടിക്കൂടിനടിയിൽ ഒളിപ്പിച്ചു വെച്ച 32 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിനത്തിൽ മദ്യവിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതെന്ന് എക്സൈസ്. പെരിങ്ങോട്ടുകുറിശിയിൽ അനധികൃത മദ്യം കൈവശം വയ്ക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്ത 51 വയസ്സുള്ള വീട്ടമ്മ കുഴൽമന്ദം എക്സൈസിന്റെ പിടിയിൽ. കോട്ടായി മേഖലയിലെ പാടശേഖരങ്ങളിൽ കാട്ടുപന്നികളുടെ വിളയാട്ടം. 1ാം വിള നെൽകൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികൾ വ്യാപകമായി നശിപ്പിച്ചു. വന്യമൃഗങ്ങളുടെ ശല്യം മൂലം കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലെന്ന് കർഷകർ. പോലീസ് സർജനായിരുന്ന ഡോക്ടർ ഗുജ്റാളിന്റെ സേവനം സർക്കാർ തുടർന്നും പ്രയോജനപ്പെടുത്തണമെന്ന് VK ശ്രീകണ്ഠൻ MP. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഡോക്ടർ ഗുജ്റാളിന് പാലക്കാട് ഫോർട്ട് വാക്കേഴ്സ് ക്ലബിന്റെ യാത്രയപ്പ്. ഏത് മുന്നണികൾക്കൊപ്പം നിൽക്കുമ്പോഴും സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ചു നിന്ന വ്യക്തിയായിരുന്നു MP വീരേന്ദ്രകുമാർ എന്ന് മുൻ മന്ത്രി KE ഇസ്മയിൽ. പാലക്കാട്ട് RJD ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീരേന്ദ്രകുമാർ അനുസ്മരണം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.